എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഒരു ചെറിയ സാഡ് ന്യൂസാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ജോർജ് പി എബ്രഹാം ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നെടുമ്പാശ്ശേരിക്ക് സമീപമുള്ള ഫാം ഹൗസിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. ചെറിയൊരു കുറിപ്പും പോലീസ് കണ്ടെടുത്തു. ശാരീരിക അസുഖം മൂലം അദ്ദേഹത്തിൻ്റെ ജോലികൾ ശരിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ 2 പോയിൻ്റാണ് അദ്ദേഹം പ്രധാനമായി കുറിപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3600 പരം വൃക്കകൾ മാറ്റിവെച്ച ശസ്ത്രക്രിയ നടത്തിയ ഒരു പ്രഗത്ഭ ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ലോകത്തിൽ അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് ചികിത്സിപ്പിക്കാൻ സാധിക്കുന്ന ഏത് ഹോസ്പിറ്റൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടായാലും അദ്ദേഹത്തിന് അനായാസം അവിടെ എത്തി അങ്ങയുടെ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാമായിരുന്നു. അതിന് അദ്ദേഹം താല്പര്യം കാണിച്ചില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഈ നോട്ട് എ ഓർഡിനറി പേഴ്സൺ. അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ച് ഇപ്പോഴും കാത്തിരിക്കുന്ന ഒട്ടനവധി രോഗികൾ ഉണ്ട്. അവരെയെല്ലാം നിരാശരാക്കിയാണ് ഇദ്ദേഹം ജീവിതത്തിൽ നിന്നുള്ള മടക്കയാത്രയ്ക്ക് തയ്യാറായത്. എന്തു തന്നെയായിരുന്നാലും ഇതൊരു സാധാരണ മരണമായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു ഡോക്ടറിന് അത്ര കണ്ട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാനും ഉള്ള കാര്യങ്ങളില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ അദ്ദേഹം മാനസിക സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം മാത്രമാണോ, അതിലുപരി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇദ്ദേഹത്തെ വലയം ചെയ്തിരുന്നു? അതും അന്വേഷണ വിധേയമാക്കേണ്ട ഒരു വസ്തുതയാണ്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. ചില ആൾക്കാർ അതിനെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അതിനുള്ളൊരു ശാശ്വത പരിഹാരം കാണാൻ ശ്രമിക്കും. ചിലർ ആരോടും ഒന്നും പറയാതെ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച് അവസാനം അത് ഡിസ്ക്ലോസ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ ആത്മഹത്യയിലേക്ക് തിരിയുന്നു. ഒരു പക്വതയുള്ളൊരു ഡോക്ടർ, പ്രശസ്തനായ ഒരു ഡോക്ടർ, ഒത്തിരി രോഗികൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ഡോക്ടർ കേവലം 3 മുഴം കയറിൽ അദ്ദേഹത്തിൻ്റെ ജീവനെ തീർത്തത് തികച്ചും വേദനാജനകമാണ്. ഒരു ഡോക്ടർ ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ളത്? ഒരു ഡോക്ടറിന് പോലും അദ്ദേഹത്തിൻ്റെ ചെറിയ കൈവിരലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല, അദ്ദേഹത്തിന് ജോലിയിൽ ഇതൊക്കെ വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അദ്ദേഹം എത്രയോ വർഷം ജോലി ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹാനുസരണം അങ്ങർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന സമയം അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന് റെസ്റ്റ് എടുത്ത് നല്ലൊരു അഡ്വൈസ് ജൂനിയർ ഡോക്ടേഴ്സും മറ്റുള്ളവർക്കൊണ്ട് അഡ്വൈസ് അവർക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നു.
അതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം എന്തോ ഈ ലോകത്തിൽ നിന്നും യാത്ര പറയാൻ തിടുക്കം കാണിച്ചു. അത് കാണിച്ചത് അദ്ദേഹം പൂർത്തീകരിക്കുകയും ചെയ്തു. നമുക്ക് ദുഃഖിക്കല്ലാതെ മറ്റൊന്നുമില്ല. എങ്കിൽ തന്നെയും എല്ലാ തലങ്ങളിൽ നിന്നും ഇദ്ദേഹത്തിന് എന്തെങ്കിലും മറ്റു മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് വളരെ വിശദമായി പഠിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്ത് എവിടെ നിന്നായിരുന്നു? അതിൻ്റെ കാരണങ്ങൾ എന്തായിരുന്നു? ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസക്ത വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാനുള്ള ആഗ്രഹമുണ്ട്, അറിയേണ്ടതുമാകുന്നത്. അങ്ങനെ സാധാരണയായി ഒരു 3 മുഴം കയറിൽ തീർത്ത ആ ഒരു ജീവിതം ശരിക്കൊന്ന് എഴുതി തള്ളേണ്ടതൊന്നുമല്ല. പ്രധാനപ്പെട്ട നമ്മുടെ നേതൃത്വങ്ങൾ, ഭരണ നേതൃത്വം ശരിയായി ഇതിൻ്റെ ഒരു കാരണങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ ശരിയും തെറ്റും പബ്ലിക്കിനെ അറിയിക്കാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അതിയായ ഖേദമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി. താങ്ക് യു.